ஆமீன். அல்லேலூயா, அல்லேலூயா. கர்த்ததாமே இந்த இரண்டாவது நாள் சுத்திகரிப்பு கூட்டத்தின் மூலமாய் ஒவ்வொருவரையும் பலப்படுத்தி கொண்ட கிருபைகளுக்காய் நான் கர்த்தரை துதிக்கிறேன், ஸ்தோத்தரிக்கிறேன். சுவாச பிள்ளைகள் கடந்து வந்தது இந்த சந்தோஷம். கர்த்தர்தாமே கடந்து வந்திருக்கிற ஒவ்வொரு சுவாச பிள்ளைகளையும் கர்த்தர் ஆசீர்வதிப்பாராக. தொடர்ந்து கர்த்தர்தாமே இந்த நாளிலும் நம்மோடு பேச போகிற வார்த்தைகளுக்காக நாம் ஒவ்வொருவரும் ஜெபத்தோடு காணப்படுவோம். கர்த்தர் நம்மோடு பேசுகிறவராக இருப்பார். அல்லேலூயா, அல்லேலூயா. நேற்று இரவு கர்த்தர் நம்முடைய சபையிலே அந்த ஊழியக்கார மகளை கொண்டு பேசுனது போல ஒரு வேறுபாட்டு ஜீவியத்தோடு நாம் உலகத்துக்குரியவர் அல்ல, நாம் பரலோகத்துக்குரிய நித்திய ராஜ்யத்துக்குரிய பிள்ளைகளாக இருக்கிறபடியால் அதற்கேற்ற சிந்தையோடு அதற்கேற்ற எண்ணத்தோடு ஒவ்வொரு நாளும் வாழ வேண்டும் என்று ஒரு வேறுபாட்டான ஜீவியம் வேண்டும் என்று அது நம்மோடு பேசினார். நாம் அந்த வார்த்தையை கொண்டு நம்ம ஒவ்வொரு நாளும் நிதானித்து சுத்திகரித்துக் கொள்ள கர்த்தர் கிருபை செய்வாராக. அதே போல இந்த பகல் வேளையில் கர்த்தர் நம்மோடு பேசுவார். பேசுகிற சத்திய வார்த்தையில ஜெபத்தோடு ஏற்றுக்கொண்டு அதன்படி வாழ நம்மை அர்ப்பணிப்போம். கர்த்தர் பெரிய காரியம் செய்வார். அல்லேலூயா, அல்லேலூயா. இந்த வார்த்தையை கொண்டு வந்திருக்கிற அந்த ஊழியக்கார மகளை நாம் எல்லாரும் கைத்தட்டி வரவேற்கலாம். அதை நம்மோடு பேசுவாராக. ஆம். இருள் திங்கிடும் பாதுகிளி காரில் விங்கிடும் வேலகிளி இருள் திங்கிடும் பாதுகிளி காரில் விங்கிடும் வேலகிளி அருகு வருவார் கிருபை தருவார் ஆருமில்லிது போலொருவன் அருகு வருவார் கிருபை தருவார் ആരുമില്ലിതു പോലൊരുവൻ എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമേ ദൈവമത്രേ ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമേ ദൈവമത്രേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പരിശുദ്ധരായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ സ്നേഹിച്ചു കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവേ, ഞങ്ങൾ ആമേൻ ഇരുട്ടിന്റെ പാതകളിൽ കർത്താവേ ആമേൻ കടന്നു പോകേണ്ടിയ സന്ദർഭങ്ങളിലൊക്കെയും ഞങ്ങൾക്ക് ആമേൻ കർത്താവേ നിത്യ വെളിച്ചമായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആമേൻ ഞങ്ങളെ മാർവിൽ അണച്ച് ആശ്വസിപ്പിച്ച് ഞങ്ങളെ വഴി നടത്തുന്ന ശരിയായ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ സ്നേഹപിതാവേ ആമേൻ, ഈ കർത്താവേ പകൽക്കാലം ഞങ്ങൾക്ക് വീണ്ടും എൻ്റെ യേശുപ്പച്ചൻ്റെ സന്നിധിയിൽ കൂടി വന്ന് കർത്താവിനെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവിൻ്റെ വചനങ്ങളെ ആമേൻ ചിന്തിക്കുവാൻ ആമേൻ കർത്താവേ ഹല്ലേലൂയ അങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവ സ്നേഹത്തിനായി നന്ദി കർത്താവ്. ഈ പകൽക്കാലം കൂടി വന്ന ഓരോ ദൈവ മക്കളുടെ മേലും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടട്ടെ കർത്താവ്. യഹോവ തന്നെ സ്നേഹിക്കുന്ന മക്കളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന പോലെ കർത്താവ് ആമേൻ ദൈവ വചനത്തിലൂടെയുള്ള കർത്താവ് ഹല്ലേലൂയ ആമേൻ ശാസനയാൽ ആമേൻ കർത്താവേ ഓരോ മക്കളും ആമേൻ കർത്താവേ എൻ്റെ പിതാവിൻ്റെ പ്രിയപ്പെട്ട ആമേൻ കർത്താവ് പ്രിയ മക്കളായി കർത്താവേ ആമേൻ പിന്തുടരേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടുന്നതിനായി നന്ദി കർത്താവ്. ദൈവത്തിൻ്റെ ആത്മാവ് കൂടിരുന്ന് ഞങ്ങളെ നടത്തും. ഈ ക്യാമ്പസിന് ചുറ്റും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് നിൽക്കട്ടെ. അങ്ങയുടെ വിശുദ്ധ ദൂതന്മാർ ഞങ്ങൾക്ക് കാവലായിരിക്കട്ടെ കർത്താവ്. ആമേൻ. അങ്ങയുടെ ഇഷ്ടത്തിനായി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ പിതാവിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ, ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഇതുവരെയും ദൈവം നമ്മളോട് കൃപ കാണിച്ചു. ആമേൻ. ആരാധിക്കുന്ന സഭയിലാണ് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആരാധന ഇല്ലെങ്കിൽ ആമേൻ ദൈവം അവിടെ ഇറങ്ങി വരാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം പ്രസംഗം എന്തിനാ? നമ്മളെ ശുദ്ധി ചെയ്യാനാ, നമ്മളെ ക്രമപ്പെടുത്താനാ. പ്രാർത്ഥന നമ്മൾ ദൈവത്തോട് നമ്മുടെ വിഷയങ്ങൾ ചോദിക്കാനാ. പക്ഷെ ആരാധന, നമ്മൾ കൊടുക്കുന്ന ആരാധന മഹത്വം സ്വീകരിക്കാൻ വരുന്നത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പം ഒരാൾക്ക് ആരാധിക്കാൻ മനസ്സിലായെങ്കിൽ ദൈവം അവരിൽ വന്ന് ക്രിയ നടത്തത്തില്ല. ഹല്ലേലൂയ. അപ്പം ആരാധിച്ചാൽ മാത്രമേ ദൈവം ആ ആരാധന സ്വീകരിക്കാൻ വരുന്നുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവം വന്നാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരും. ഹല്ലേലൂയ. അത് എന്ത് പ്രശ്നമായാലും. ആമേൻ. അപ്പൊ അതുകൊണ്ട് എന്താണ്? ആരാധിക്കാൻ നിങ്ങൾ നല്ല ഉത്സാഹമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ സഭയില് പാസ്റ്റർ ഏകദേശം 1.5 മണിക്കൂറോളം സമയം തന്നു ആരാധിക്കാൻ. ഹല്ലേലൂയ. എത്ര സന്തോഷമെന്നറിയാമോ? നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ 2 പാട്ട് അല്ലെങ്കിൽ 1 പാട്ട് പാടി അങ്ങ് നിർത്തിക്കളയും. പക്ഷേ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാളും വലിയ സന്തോഷം ഭൂമിയിൽ എങ്ങും കിട്ടത്തില്ല. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കുന്നതിൽ നമ്മൾ സന്തോഷമുള്ളവരായി മാറണം. നിങ്ങൾ കണ്ടിട്ടുള്ളോ, കുട്ടികളൊക്കെയും നമ്മുടെ യൗവനക്കാരൊക്കെയും ക്രിക്കറ്റ് കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട മത്സരങ്ങൾ കാണുമ്പോൾ അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ജയിക്കുകയാണെങ്കിൽ അവരുടെ ഉത്സാഹം ഒന്ന് കാണണം. അവരുടെ ഡാൻസും പാട്ടും നൃത്തവും ഒക്കെ ഒന്ന് കാണണം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ നമുക്ക് പഠിപ്പിക്കുന്നു, ആമേ, നിങ്ങളുടെ ദൈവമായ യഹോവയെ ആമേ നൃത്തത്തോടെ ആരാധിക്കണം, സകല വാദ്യ ഉപകരണങ്ങളും കൊണ്ട് ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആരാധിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ വരാൻ ദൈവം തയ്യാറാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ നടുവിലായിരുന്ന നമുക്ക് ഓരോരുത്തർക്ക് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടെ നമുക്ക് ആവശ്യമുള്ളത് തരുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: കർത്താവേ, എന്നോട് സംസാരിക്കേണ്ടത് എന്നോട് സംസാരിക്കണേ കർത്താവ്. എൻ്റെ യേശുവിന് എന്നോട് എന്താ സംസാരിക്കാനുള്ളത്? ഹല്ലേലൂയ. അത് എൻ്റെ കർത്താവിൻ്റെ വചനത്തിലൂടെ സംസാരിക്കണമേ എന്ന് അവൻ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ നിശ്ചയമായിട്ട് നമ്മളോട് സംസാരിക്കേണ്ട ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. ആമേൻ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വചനം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. നിന്റെ ആദ്യ സ്നേഹം മുതൽ അൻപ്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. അപ്പോ ഇത് കേൾക്കുമ്പോൾ എല്ലാവരുടെ ഹൃദയത്തിനകത്തും കുറ്റമാണോ പരിശുദ്ധാത്മാവ് ഇന്ന് എൻ്റെ അടുത്ത് പറയാൻ പോകുന്നത്? ഹല്ലേലൂയ. അല്ല, ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയത് പ്രാർത്ഥിച്ച വാക്കിങ്ങനെയാണ്: ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ ശാസിക്കും, ശിക്ഷിക്കും, ദണ്ഡിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ ശിക്ഷിക്കും. സ്നേഹിക്കാത്തവരാ ശിക്ഷിക്കാത്തത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കള് എവിടെയെങ്കിലും ഒരു സ്വന്തം ബന്ധങ്ങളുടെ വീട്ടിലോ അവരുടെ സുഹൃത്തുക്കളെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ എവിടെ പോയിട്ട് വരികയാണ്, അല്ലെങ്കിൽ സ്കൂളിൽ ഒരു ക്യാമ്പിനോ എവിടെയോ പോയിട്ട് വരികയാണ്. പോയിട്ട് വരുമ്പോൾ മാതാപിതാക്കളാണ് ആദ്യം കുഞ്ഞുങ്ങളുടെ അടുത്ത് വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തായിരിക്കും? ചില നാള് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വന്നാൽ നിങ്ങളൊരു ചോദ്യം ചോദിക്കും. എന്താണ്? വേറെ ആരും അത് ചോദിക്കത്തില്ല. എന്ത് ചോദിക്കും? ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരില്ല, ഞാൻ പറയാം. ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ട്, നിന്റെ തലയിൽ എണ്ണ തേക്കാത്ത എന്താ? മുടിയെല്ലാം പാറി പറന്ന് കിടക്കുന്നല്ലോ. ചിരിക്കുന്നു, അത് ശരിയാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ ചോദിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ അവരെ കണ്ടില്ല, അലങ്കോലമായിട്ടാണ് അവരെ വേഷവിധാനങ്ങളും അവരുടെ മുടിയൊക്കെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഈ ചോദ്യം ചോദിക്കും. പക്ഷേ വഴിയെ പോകുന്ന ആരെങ്കിലും ചോദിക്കുമോ? ഹല്ലേലൂയ.
വഴിയിൽ പോകുന്ന ആരെങ്കിലും ചോദിക്കൂ? ഇല്ല. കാരണം അത് അവരുടെ രക്തമല്ല. അവർക്ക് ആ ഭാരം, ആ വേദന ഉണ്ടാകത്തില്ല. ഇതുപോലെ തന്നെയാണ് പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടി രക്തം തന്ന ഒരു രക്തബന്ധം നമ്മളും ദൈവവുമായിട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ! യേശു കർത്താവുമായിട്ട് ഒരു രക്തബന്ധം നമുക്ക് കിടക്കുകയാണ്. അതുകൊണ്ടാ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ആകാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയമാ പിടയ്ക്കുന്നത്, അപ്പന്റെ ഹൃദയമാ പിടയ്ക്കുന്നത്, അമ്മയുടെ ഹൃദയമാ പിടയ്ക്കുന്നത്. അതേ സെയിം ആണ് നമ്മുടെ ദൈവവും. ദൈവത്തിന്റെ ഹൃദയം പിടയ്ക്കും. അയ്യോ എൻ്റെ കൊച്ചിങ്ങനെ ആയിരിക്കുന്നു, അയ്യോ എൻ്റെ കൊച്ചിങ്ങനെ ആയിരിക്കുന്നു, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഈ നേരെയാക്കണമല്ലോ, ഏതെങ്കിലും വിധത്തിൽ നേരെയാക്കണമല്ലോ. ഹല്ലേലൂയ! പക്ഷേ ദൈവം നേരെയാക്കാൻ വരുമ്പോ നമുക്ക് ദൈവത്തിനോട് പരാതിയാ. ഹല്ലേലൂയ! ഇഷ്ടപ്പെടത്തില്ല. ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് ഒത്തിരി പേർക്ക് ഇഷ്ടമല്ല. ഹല്ലേലൂയ! സ്നേഹിക്കുന്നത് കൊണ്ടാ ശാസന. അതാ വായിക്കണ്ട, യോഹന്നാന്റെ സുവിശേഷം 15 വായിക്കണ്ട, 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഹല്ലേലൂയ! അധികം ഫലം കായ്ക്കാൻ ചെത്തി, അധികം കനി കൊടുക്കാൻ ചില ചെത്തലുകൾ ഉണ്ടായിരിക്കും, ശാസനയും ശിക്ഷയും. ഹല്ലേലൂയ! പക്ഷേ നമുക്ക് ആ നേരത്ത് ദൈവത്തിനെ കുറിച്ച് വല്ല ഓർമ്മയും വരുമോ? ഞാൻ പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെയും എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ ഇതൊക്കെ തന്നെയാണ് വരുന്നത്. പരാതിയാണ്, എപ്പോഴും പരാതികളാണ്. പക്ഷെ എന്താണ്? അയ്യോ എൻ്റെ കുഞ്ഞ് അധികം കനി കൊടുക്കണം, ഇത്ര ഇരിക്കുന്ന കനി പോരാ, ഇനിയും കനി കൊടുക്കണം ദൈവത്തിന് വേണ്ടി. അങ്ങനെ ഉള്ളത് കൊണ്ടാ ചില കൊട്ടും തട്ടും നമുക്ക് തരുന്നേ. ഹല്ലേലൂയ! അത് സന്തോഷത്തോടെ ആര് മനസ്സിലാക്കി സ്വീകരിക്കുമോ അവർ വളരും. ഹല്ലേലൂയ! അല്ലാത്തവർ മുരടിച്ചു പോകും. ആമേൻ. ഹല്ലേലൂയ! നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും നമുക്ക് ഛേദം വരുന്ന, നഷ്ടം വരുന്ന ഒരു കാര്യവും നമ്മുടെ അടുത്ത് പറയത്തില്ല. നമ്മൾ നന്നായിരിക്കണം എന്നുള്ള കാര്യം മാത്രമേ പറയൂ. ഹല്ലേലൂയ! അങ്ങനെയെങ്കിൽ കേവലം ഈ ഭൂമിയിലെ മാതാപിതാക്കൾ അങ്ങനെയാണെങ്കിൽ, സ്വന്തം പ്രാണനെ തന്ന് നമ്മളെ സ്നേഹിച്ച, സ്വന്തം രക്തം തന്ന് നമ്മളെ വീണ്ടെടുത്ത, ജീവൻ തന്ന് സ്നേഹിച്ച ആ യേശു കർത്താവാകുന്ന പിതാവിന് നമ്മളോട് എത്ര അധികം സ്നേഹമുണ്ടായിരിക്കും. ഹല്ലേലൂയ! ഹല്ലേലൂയ! അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആമേൻ യോഹന്നാൻ അപ്പോസ്തലനിൽ കൂടെ യേശു കർത്താവ് നമ്മളോട് പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ! യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പാട് കൊടുക്കുകയാണ്. അപ്പോ യേശു വെളിപ്പാട് കൊടുത്ത് യോഹന്നാൻ അപ്പോസ്തലനോട് പറയുന്നു, നിങ്ങൾ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വാ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ സമയത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ ദൈവത്തോടുണ്ടോ? നിങ്ങൾ എന്നോട് ഉത്തരം പറയണ്ട, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോട് ഉത്തരം പറയും. ഞാൻ രക്ഷിക്കപ്പെട്ട് എൻ്റെ യേശു കർത്താവിനെ സ്വീകരിച്ച നാളിൽ ഒരു സ്നേഹം എനിക്കുണ്ടായിരുന്നു. ആ സ്നേഹം നാളുകൾ കഴിയെ കഴിയെ, വർഷങ്ങൾ കഴിയെ കഴിയെ എൻ്റെ ജീവിതത്തിലുണ്ടോ? ഇന്ന് അനേകർ ദൈവത്തെ സ്നേഹിക്കാൻ മടിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? മറ്റൊരാളുടെ ജീവിതം നോക്കിയ. ഞാൻ എല്ലായിടത്തും ഞങ്ങളുടെ ചർച്ചിലെ 3 ദിവസം തങ്ങി പ്രാർത്ഥിക്കും, എല്ലാ പ്രശ്നങ്ങളിൽ ഇരിക്കുന്നവർ. ഞാൻ എല്ലാവർക്കും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും മനുഷ്യനെ നോക്കി ജീവിക്കരുത്. ഹല്ലേലൂയ! കാരണം എപ്പോ വേണോ അവർ വീഴാം. പക്ഷേ അവരെ നോക്കി നമ്മൾ ജീവിച്ചാൽ അവർ വീഴുമ്പോൾ നമ്മളും കൂടെ വീഴും. പക്ഷേ യേശു കർത്താവ് നമുക്ക് റോൾ മോഡലാണ്, നമുക്ക് മാതൃകയാണ്. ഈ യേശു പറഞ്ഞതാ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കർത്താവിന്റെ വചനമാണ്. ഇതിലെന്ത് പറഞ്ഞിരിക്കുന്നു അതുപോലെ ഞാൻ പോകാൻ തയ്യാറെന്ന് ആര് മുന്നോട്ട് പോകുമോ അവർ തന്നെ നിത്യതയിൽ പോയി ചേരും. ഹല്ലേലൂയ! അല്ലാത്തവരെല്ലാം വഴിയിൽ വീഴും. അതുകൊണ്ടല്ലേ പ്രിയ ദൈവമക്കളെ, മിസ്രയീമിന്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം കനാൻ നാട്ടിലേക്ക് പോകാൻ മോശയാൽ വിളിക്കപ്പെട്ടു വന്നപ്പോൾ
മരുഭൂമിയിൽ വെച്ച് അനേകം പേർ പട്ടുപോയി. പട്ടുപോയി മീൻസ് മരിച്ചുപോയി, ഇല്ലാതായി. വളരെ ചുരുക്കം പേർ മാത്രമാണ് കനാൻ നാട്ടിൽ പോയത്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും എന്താണ്? കനാനാകുന്ന, വാഗ്ദത്ത കനാനാകുന്ന, ഇന്നലെ ഞാൻ പറഞ്ഞു, സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നവരാ. പക്ഷേ നാള് ചെല്ലെ മറ്റുള്ളവരെ നോക്കി, അവിടേക്ക് നോക്കി, ഇവിടേക്ക് നോക്കി, അവരുടെ ജീവിതം നോക്കി, ഇവരുടെ ജീവിതം നോക്കി, അവരുടെ വാക്ക് കേട്ട്, ഇവരുടെ വാക്ക് കേട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ആമേൻ, വാഗ്ദത്ത നാട്ടിൽ എത്തുന്നതിന് മുൻപേ നമ്മുടെ വിശ്വാസ ജീവിതം ഇവിടെ തകർന്നു പോകും. പിശാചിന്റെ ഏക ആഗ്രഹം അത് മാത്രമാണ്. നമ്മളും പിശാചും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? യാതൊരു ബന്ധവുമില്ല. അവൻ നമുക്ക് ശത്രുവായത് എങ്ങനെയാണ്? നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളായി പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് നമ്മൾ അവകാശികളായി മാറി. ഈ ഒറ്റ ഒരു ഉരുമ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മള് പിശാചിന് നമ്മൾ ശത്രുവായത്. ഹല്ലേലൂയ. അതുകൊണ്ട് പിശാചിന് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ. എന്താണ്? നിങ്ങൾക്കൊരു നല്ല വീട് തരാതിരിക്കണമെന്നോ, നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കണമെന്നോ, നിങ്ങളുടെ തലമുറയെ നശിപ്പിക്കണമെന്നോ, നിങ്ങൾക്ക് പൈസ തരാതിരിക്കണമെന്നോ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, കുടുംബ സമാധാനത്തെ കെടുത്തിക്കളയാൻ, ഇതൊന്നും പിശാചിന്റെ വിഷയമല്ല. ഇതെല്ലാം നമുക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനാ. ഹല്ലേലൂയ. ഇതൊക്കെ വന്നാൽ നമ്മൾ ആദ്യം ദൈവത്തോട് ചോദിക്കും, ദൈവത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അകന്നു പോകണം, അകന്നു മാറണം. അതുകൊണ്ടാ അപ്പോസ്തലനിൽ കൂടെ യേശു കർത്താവ് പറയുന്നു, ഞാൻ ഇതാ വേഗം വരാൻ പോകുകയാ, ഞാൻ ഇതാ വേഗം വരുന്നു. പക്ഷെ ഞാൻ വരുമ്പോ ആമേൻ ഹല്ലേലൂയ, നിന്റെ ആദ്യ സ്നേഹത്തിൽ നീ ഉണ്ടോ ഇല്ലയോ എന്ന് ആമേൻ ഉറപ്പ് വരുത്തിയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ ആമേൻ നമ്മുടെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് മാറിപ്പോകും. നമുക്ക് പിന്നെ അവിടേക്ക് പ്രവേശനമില്ല. മാനസാന്തരപ്പെട്ടു. ഓക്കെ, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയല്ലോ, അപ്പൊ ഞാൻ ഇനി ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം എന്ന് മടങ്ങി വന്നാൽ കർത്താവ് നമ്മളെ ഇരുകരം നീട്ടി സ്വീകരിച്ച് നമ്മളെ ആമേൻ നിത്യതയോളം ചേർക്കുന്നവരെ നമ്മുടെ കൂടെ കൈപിടിച്ച് നമ്മളെ നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആമേൻ, ആദ്യം ദൈവത്തിങ്കലേക്ക് വന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെയാ കർത്താവിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്? ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ ഇറങ്ങിത്തിരിച്ചവർ പിന്മാറിപ്പോയിരിക്കാം, നിങ്ങളുടെ കൂടെ ഇറങ്ങിത്തിരിച്ചവർ സഭയിൽ നിന്ന് പോയിരിക്കാം, നിങ്ങളുടെ കൂടെ ഇറങ്ങിത്തിരിച്ചവർ ആരാധന മതിയാക്കിയിരിക്കാം, വലുതായിട്ടൊന്നും ആരാധിക്കേണ്ടെന്ന് ചിന്തിച്ചിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾ ആദ്യം ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ കണ്ടുണ്ടോ? ആദ്യം നമുക്കൊരു സ്പീഡുണ്ട്, ആരാധന ആരാധന ആരാധന, എപ്പോഴും ആരാധിക്കാൻ പോകണം, എപ്പോഴും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, കിട്ടുന്ന സമയം ഒന്നും വേസ്റ്റ് ആക്കൂല. ഇനി നമുക്ക് കിട്ടിയ സന്തോഷം ഇന്നൊരാളോട് പറയണം, എനിക്ക് കിട്ടിയ വിടുതൽ ഇന്നൊരാളോട് പറയണം. അങ്ങനെ അങ്ങനെ മനസ്സിൽ ഭയങ്കര പ്രേരണകളായിരിക്കും. പക്ഷേ നാള് കഴിയെ അതിങ്ങനെ വിളക്ക് കെട്ടുപോകാറാകുന്നത് പോലെ അങ്ങനെ ആവും. പിന്നെ വളരെ പ്രയാസമാണ് അത് നന്നായിട്ട് ശോഭിക്കാൻ. അതിൻ്റെ കരിയെല്ലാം തുടച്ചു പിന്നെ കൊടുക്കണം. ഒരു പക്ഷേ ഈ പ്രാർത്ഥനകളും ഈ വേറിട്ടിരിക്കുന്ന ഈ ആരാധനകളും നമ്മുടെ ജീവിതത്തിൽ ചില കരികളെ തുടച്ച് കളയുന്നതായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തോട് നമ്മളെ ചേർത്ത് വയ്ക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷം വരും. അന്ന് ആദ്യമായിട്ട് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയ ദിവസം നമ്മൾ എത്ര സന്തോഷിച്ചോ അതുപോലത്തെ സന്തോഷത്തിലേക്ക് നമ്മൾ മടങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആമേൻ, 7 സഭകളോട് ആമേൻ യോഹന്നാൻ അപ്പോസ്തലനിലൂടെ യേശു കർത്താവ് വെളിപ്പാടിൽ സംസാരിക്കുന്നു. അതിൽ ഒന്നാമത്തെ സഭയുടെ കാര്യമാണ് നമ്മൾ വായിച്ചത്. എന്താണ്? ആദ്യ സ്നേഹം നിന്നെ വിട്ട് പോയിരിക്കുന്നു, നീ അതിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. മടങ്ങി വന്നാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ ദൈവത്തിങ്കിലേക്ക് വരുമ്പം സഭയ്ക്ക് വേണ്ടി ഇത് വേണോ ചെയ്യണം, അല്ലേ? സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്താ? ഈ 4 ചോരന് വേണ്ടി ചെയ്യുന്നതാണോ? അല്ല, ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പോവുക. ഹല്ലേലൂയ.
എന്തെങ്കിലും ചെയ്യണം. ആ ഒരു ഭയങ്കര ത്വര ഉണ്ടായിരിക്കും. പക്ഷേ പിന്നെ അങ്ങ് മടുക്കും, പിന്നെ അങ്ങ് കുറഞ്ഞു പോകും. ഇതൊക്കെ ആദ്യ അനുഭവങ്ങളാണ്, ചെയ്യത്തില്ല. പിന്നെ അങ്ങ് മറ്റവരെ നോക്കി ഇവരെ നോക്കി അതങ്ങ് വിട്ട് കളയും. പക്ഷെ ചെയ്യുന്നത് ആർക്കാ? ദൈവത്തിനാ. ഹല്ലേലൂയ. മനുഷ്യർക്കല്ല, ദൈവത്തിനാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കാറുണ്ട്, എന്താണ് നമ്മൾ യേശു കർത്താവിന്റെ വചനത്തിൽ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം ദൈവനാമം എന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. ഹല്ലേലൂയ. കൊടുക്കുന്നത് എന്തിന്റെ പേരിലാ? ദൈവനാമത്തിന്റെ പേരിൽ. ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തരും. ആ വെള്ളം ഞങ്ങൾ വാങ്ങി കുടിക്കും. അർത്ഥം എന്താണ്? ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവിടെ വന്നത്, ദൈവത്തിൻ്റെ നാമത്തിലാണ് വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്കത് തന്നത്. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്നേഹത്തിൽ അത് തന്നത്. അപ്പം എൻ്റെ യേശു പറയുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം നിങ്ങൾ കുടിക്കാൻ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. ഹല്ലേലൂയ. പക്ഷെ സ്വർഗരാജ്യത്തിൽ പോകേണ്ട മാനദണ്ഡമല്ല അത്. എന്താണ്? ദൈവരാജ്യത്തിൽ നമ്മൾ പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുക. ഈ ഭൂമിയിൽ ആരുടെ മുന്നിലും കൈനീട്ടാതെ ദൈവം നമ്മളെ മാനിച്ചുയർത്തും. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ 1 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി പേരുടെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും ഒരു സാക്ഷിയാണ്. ഹല്ലേലൂയ. പക്ഷെ പലരും പറയാറുണ്ട്, ഇന്ന പ്രശ്നം സഭയിൽ നടന്നതുകൊണ്ട്, ഇന്ന വിശ്വാസികളുമായിട്ട് പ്രശ്നം നടന്നതുകൊണ്ട് ഇനി ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഇനി ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കത്തില്ല, ഇനി ദൈവനാമത്തിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കുന്നവരുണ്ട്. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ തീരുമാനിക്കും പലരും. പക്ഷെ എന്താണ് നടക്കാൻ പോകുന്നത്? അവരുടെ അനുഗ്രഹത്തിനാ പ്രശ്നം വരുന്നത്. ഹല്ലേലൂയ. പറഞ്ഞവരും പറഞ്ഞു തന്നവരും കൂടെ നിന്നവരും അവർ എസ്കേപ്പ് ആവും. ഹല്ലേലൂയ. നമ്മളും നമ്മുടെ സന്തതികളും പ്രാപിക്കേണ്ടത് നമുക്ക് ലഭിക്കാതെ പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആദ്യ സ്നേഹത്തിലേക്ക്, എൻ്റെ കർത്താവിന് വേണ്ടി, ആമേൻ. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയാൻ കഴിയണം. എൻ്റെ യേശു ഇങ്ങനെയാണ്, എനിക്ക് ഇന്ന കാര്യം ചെയ്തു, ഞാൻ ഇങ്ങനെ വന്നു, എനിക്ക് ഈ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതാ ആമേൻ ആദ്യം നമുക്കുള്ള അനുഭവങ്ങൾ. എത്തു വന്നാലും നമ്മൾ പിന്മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. ആ അനുഭവത്തിലേക്ക് നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ നമ്മൾ മടങ്ങി വരണം. പ്രിയ ദൈവമക്കളെ, ഒരുങ്ങുകയാ നമ്മൾ. ഇതെന്നാ ഒരുക്ക പ്രാർത്ഥന എന്നാ പറഞ്ഞത്. ഇത് ഒരുങ്ങുകയാ നമ്മൾ. എന്തിനാ? തിരുമേശയിലേക്ക് പോവാനാ. ഹല്ലേലൂയ. പക്ഷേ അവൻ ഈ ഒരുക്കം അന്ത്യം വരെ നിലനിൽക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നത്, ഈ 3 ദിവസത്തോടും കൊണ്ട് നമ്മൾ ഒരുങ്ങി തീരരുത്. നമ്മൾ കർത്താവിന് വേണ്ടി ദിവസം പ്രതി ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. അതാ യേശു പറഞ്ഞ, എന്താ? കള്ളൻ വരുന്ന നാഴിക ഏതാന്ന് ആർക്കും അറിയത്തില്ല. യേശു കള്ളനെ പോലെ വരും. ഹല്ലേലൂയ. യേശു കള്ളനെ പോലെ വരും. അപ്പൊ വരുന്ന എന്നാന്ന് അറിയത്തില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, സമയത്തിലും അസമയത്തിലും നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ സമയമാ. എന്താ? ഈ 3 നാൾ ഒരുങ്ങാനുള്ള സമയമാ, തിരുമേശയിലേക്ക് പോകാൻ. പക്ഷേ അസമയത്തിലും ഇങ്ങനെ ഒരുക്കപ്പെട്ട ഒരു കാര്യം ഇല്ലാതിരിക്കുമ്പോഴും നമ്മൾ എന്തായിരിക്കണം? വിശുദ്ധിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അതാ ദൈവത്തിന് ഇഷ്ടം. ആമേൻ. ഹല്ലേലൂയ. കാരണം ഈ 3 ദിവസത്തിലല്ല, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തല്ല, അല്ലാത്തൊരു സമയവും കർത്താവ് വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കൈവിടപ്പെട്ടു പോകാൻ പാടില്ല, ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം പ്രീതി മക്കളെ, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ ദൈവം നമ്മളെ എങ്ങനെയാ സ്വീകരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ നിന്ന് ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് അത് മനസ്സിലാകും. അതായത് പത്രോസ് അപ്പോസ്തലൻ, യേശുവിൻ്റെ ഒരു വലിയ ശിഷ്യനായിരുന്നു പത്രോസ്, അല്ലേ? പേതുരു നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. പത്രോസിന്റെ സ്വഭാവം എന്തായിരുന്നു? പറയുന്നതിന് മുന്നേ ചാടിക്കേറി എല്ലാം ചെയ്യും. അത്ര ഭയങ്കര ഉത്സാഹമുള്ള ആളായിരുന്നു പത്രോസ്, യേശുവിൻ്റെ ശിഷ്യൻ.
മറ്റ് ശിഷ്യന്മാരെക്കാളും. പക്ഷെ എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ അവസാനം എന്തായി? പത്രോസിനോട് യേശു പറഞ്ഞിട്ട് പോയി, മോനെ നീ എന്ത് ചെയ്യും? കോഴി 3 വട്ടം കൂകുന്നതിന് മുന്നേ നീ എന്നെ തള്ളിപ്പറയും. അപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. ഞാൻ ആളാരാന്നറിയാമോ? ഞാൻ അങ്ങനെ യേശുവിനെ പറയത്തൊന്നുമില്ല. ഇന്ന് ഒത്തിരി ദൈവമക്കൾ അങ്ങനെ ഉണ്ട്. നമ്മൾ അങ്ങനെയൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ പിശാചൊരു തന്ത്രം കൊണ്ടുവരുമ്പോൾ അതിനകത്ത് പോയി വീഴും. അപ്പൊ എന്താണ് പത്രോസ് പറയുന്നത്? ഞാൻ എൻ്റെ യേശുവിനെ തള്ളിക്കളയത്തൊന്നുമില്ല പറഞ്ഞുകൊണ്ട് പോയി. പക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിനെ ക്രൂശിക്കേണ്ട സമയം വന്നു. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ പത്രോസ് വന്ന് എവിടെ ഇരുന്നു? നടുമുറ്റത്ത് പടയാളികൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിരുന്ന് യേശുവിൻ്റെ രൂപസാദൃശ്യം വേഷവിധാനങ്ങളും പത്രോസിനുണ്ടെന്ന് കണ്ടപ്പോൾ അവൻ വന്ന് ചോദിച്ചു, നീ യേശുവിൻ്റെ കൂട്ടത്തിലുള്ളതാണോ? പത്രോസ് പറഞ്ഞു, ഞാനോ? ഇന്നങ്ങനെയാണ്. അതുകൊണ്ട് ഇന്നലെ ദൈവാത്മാവ് നിങ്ങളോട് ഇടപെട്ട് നമുക്കൊരു വേർപാട് വേണമെന്ന് പറഞ്ഞത്. പത്രോസ് പറയാ, ഞാനോ? ഞാൻ ആ കൂട്ടത്തിലുള്ളതല്ല. 3.5 വർഷം കൂടെ നടന്നതാ. ഹല്ലേലൂയ. കണ്ടോ, ഒറ്റ സെക്കൻഡ് കൊണ്ട് യേശുവിനെ വിട്ടുമാറി. ഇനി വിട്ടുമാറിയത് പോട്ടെ, അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞത് പോട്ടെ, അടുത്തും പറയുകയാണ്. എന്താണ്? ശപിച്ചു. യേശുവിനെ ശപിച്ച് പ്രാഗി. പടയാളികളുടെ മുന്നിൽ ഒരു പെൺകുട്ടി വന്ന് ചോദിച്ചു, ഒരു വേലക്കാരത്തി. അവൾ ചോദിച്ചപ്പോൾ യേശുവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ യേശുവിൻ്റെ കൂട്ടത്തിലുള്ളതല്ല, എനിക്ക് യേശുവിനെ അറിയത്തില്ല. അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് യേശുവിനെ പ്രാഗി. എപ്പോഴാണോ യേശുവിനെ ഉള്ളം കൊണ്ട് എന്താണ് പത്രോസ് തള്ളിപ്പറഞ്ഞത്, ആ സമയത്ത് കോഴി കൂകി. യേശു പറഞ്ഞ പ്രവചനം നിറവേറി. കോഴി കൂകി. എന്താ നടന്നത്? ഇവൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അതിദുഃഖത്തോടെ. പ്രിയ മക്കളെ, ഈ കരച്ചിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണ്ടത്. ഹല്ലേലൂയ. അമ്മേ, നമ്മുടെ ജീവിതത്തിൽ ദൈവമേ, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോയി ദൈവമേ, പക്ഷേ എന്നെ ക്ഷമിക്കണേ ദൈവമേ, ഞാൻ തിരിച്ചു വരാം, ഞാൻ മടങ്ങി വരാം, ഞാൻ തിരിച്ചു വരാം നിന്റെ അടുത്ത്. പത്രോസ് എത്ര വലിയ കുറ്റം ചെയ്തെന്നറിയാമോ? പത്രോസ് യേശു മുന്നമേ പ്രവചിച്ചിരുന്നു നീ ഇത് ചെയ്യുമെന്ന്. പക്ഷെ അതുപോലെ സംഭവിച്ചു. ദൈവത്തെ തള്ളിപ്പറഞ്ഞ, യേശുവിൻ്റെ കൂട്ടത്തിലുള്ള ആളേ അല്ലെന്ന് പറഞ്ഞ, പബ്ലിക്കിന്റെ മുന്നിൽ അവൻ യേശുവിൻ്റെ കൂട്ടത്തിലുള്ള ആളല്ല, ഞാൻ യേശുവിൻ്റെ ആളല്ല എന്ന് പറഞ്ഞ വ്യക്തിയെ പോലും അവൻ അതിദുഃഖത്തോടെ കരഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മക്കളെ, പത്രോസ് അങ്ങനെ കരഞ്ഞത് കൊണ്ടാ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 120 പേർ കൂടിയിരുന്ന മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി അവൻ കാത്തിരുന്നപ്പോൾ ആ കൂട്ടത്തിൽ പത്രോസ് ഉണ്ടായിരുന്നു. അവൻ 11 പേരോട് പറഞ്ഞു, അവൻ ഇപ്പോൾ യേശുവിനെ കുറിച്ച് 2 വാക്ക് ആരെങ്കിലും പറ, യേശുവിന്റെ ശിഷ്യന്മാർ ആരെങ്കിലും പറ. അവൻ ഹല്ലേലൂയ. പത്രോസ് അതിധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നു. പത്രോസ് അതിധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ പ്രസംഗിക്കാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. ഇവൻ ഈ ധൈര്യം എവിടെന്നാ കിട്ടിയത്? നേരത്തെ ഇവൻ യേശുവിനെ തള്ളി പറഞ്ഞവനായിരുന്നു. സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ദൈവത്തെ വിട്ടുമാറിയവനായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ അവന് പാപബോധവും കുറ്റബോധവും ഉണർവും കൊടുത്ത് അവന്റെ പാപത്തെ അവന്റെ തെറ്റിനെയും കഴുകി ശുദ്ധീകരിച്ച് അവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ അവൻ ദൈവം അയച്ചു കൊടുത്തു. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് അവൻ മറ്റാർക്കും ലഭിക്കാത്ത ധൈര്യത്തോടെ അവൻ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. നേരത്തെ എന്താ അവൻ പറഞ്ഞത്? ഞാൻ യേശുവിൻ്റെ കൂട്ടത്തിലുള്ളതല്ല.
ഹല്ലേലൂയ. അവൻ എപ്പോൾ മടങ്ങി വന്ന് ദൈവത്തിന്റെ മാറിലേക്ക് ചാഞ്ഞുവോ അപ്പോൾ അവന്റെ മേലെ ഒരു ശക്തി വന്നു. അത് അവൻ വിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവനിൽ വന്നു. അവൻ യേശു ആരാണെന്ന് തെളിയിച്ചു പ്രസംഗിച്ചു, തെളിയിച്ചു പഠിപ്പിച്ചു. 3000 പേർ അവൻ ഓടി വന്ന് ചോദിച്ചു, യജമാനന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ പത്രോസിന്റെ മേൽ വന്ന ശക്തി, പരിശുദ്ധ ശക്തി, അത് അവന് കിട്ടിയത് തൻ്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട ഇടത്തേക്ക് താൻ തിരിച്ചു വന്നപ്പോഴാണ്. ഹല്ലേലൂയ. പ്രിയ സഭയെ, എവിടെയെങ്കിലും യേശു കർത്താവിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസമോ, നിങ്ങൾക്കുണ്ടായിരുന്ന ദൈവസ്നേഹമോ, നിങ്ങൾ ദൈവനാമത്തിൽ ചെയ്തതോ, നിങ്ങൾ പ്രവർത്തിച്ചതോ, നിങ്ങൾ സാക്ഷിയായിരുന്നതോ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഒരുക്ക പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തോടത് ഏറ്റു പറയണം. കർത്താവേ, ഞാൻ മനുഷ്യമുഖം നോക്കി, ഞാൻ സാഹചര്യങ്ങളെ നോക്കി, ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കി, എൻ്റെ സ്വന്തം ബന്ധങ്ങളെ നോക്കി, എനിക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ നോക്കി, ഹല്ലേലൂയ, എൻ്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോയി ദൈവമേ, ഞാൻ ആ സ്ഥാനത്തേക്ക് മടങ്ങി വരുന്നു. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ മടങ്ങി വന്നാൽ യേശു കർത്താവിന്റെ ശിഷ്യനായ പത്രോസ് ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോലും ഹല്ലേലൂയ തന്നെ സ്വീകരിച്ചു കൊടുത്ത് തന്നിലൂടെ ചെയ്തെടുത്ത പ്രവൃത്തി എത്ര വലുതാ. ഹല്ലേലൂയ. ഈ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഈ ഒരുക്ക പ്രാർത്ഥനയുടെ നടുവില് നിങ്ങൾ വിട്ടുപോയ ഭാഗത്തേക്ക് നിങ്ങൾ മടങ്ങി വരണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടത്തും വലത്തും ഇരിക്കുന്നവർ നേരെയായോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടത്തും വലത്തും ഇരിക്കുന്നവർ എങ്ങനെയുള്ളവരോ ആകട്ടെ, പക്ഷേ ഈ വചനം എന്നോടാ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനം എന്നോടാ സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവ് എന്നോടാ സംസാരിക്കുന്നത്. ഞാൻ ആ സ്ഥാനത്തേക്ക് മടങ്ങി വരും, ഞാൻ ആ സ്ഥാനത്തേക്ക് ഞാൻ ഒരുങ്ങി വരും. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇടപെടും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ആ സർദീസിലെ സഭയില് ഹല്ലേലൂയ, ഹല്ലേലൂയ, എഫെസോസിലെ സഭയില് എത്ര വലിയ പ്രശ്നം നടക്കുമായിരുന്നു. പക്ഷേ കർത്താവ് പറയുന്നു, നീ ആദ്യ സ്നേഹത്തിലേക്ക് വന്നാൽ ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. കണ്ടോ, ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാ പ്രിയ ദൈവമക്കളെ. വാന്ന് വിളിക്കുന്നേ, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകും. ചില കുഞ്ഞുങ്ങളെ കണ്ടുണ്ടോ, മക്കൾ ഇങ്ങോട്ട് വാ എന്ന് വിളിക്കുമ്പോ ദാ വരുന്നേ ഇങ്ങനെ പറയും. പറഞ്ഞിട്ട് അങ്ങോട്ട് നിൽക്കും. ആ വിളിക്കുന്ന സ്ഥാനത്തേക്ക് വരത്തില്ല. നമ്മുടെ ദൈവം നമ്മളെ വിളിക്കുക, ശരി നിനക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, ഓക്കെ, പക്ഷേ നീ തിരിച്ചു വാ. ഹല്ലേലൂയ. ആ സ്ഥാനത്തേക്ക് നീ വാ. ഹല്ലേലൂയ. ആമേൻ. അവിടെ വന്നാൽ ഹല്ലേലൂയ, എന്തെന്നില്ലാത്ത അത്യന്ത ശക്തി നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നു തരും. ആമേൻ. നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ടതെല്ലാം നമ്മുടെ കുടുംബത്തിനാണോ, സഭയ്ക്കാണോ, ദേശത്തിനാണോ, ഹല്ലേലൂയ, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണോ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് അത് ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അതായിട്ട് ഹല്ലേലൂയ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ ഹല്ലേലൂയ, അദ്ദേഹത്തിൽ വായിക്കുന്നു, ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് തിന്നാൻ തരും. ഹല്ലേലൂയ. ചുമ്മാ നിസ്സാര കാര്യമല്ല ഇത്. ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുത്തില്ല. അവരെന്താണ്, നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷഫലം തിന്നു. ദൈവം പറഞ്ഞു, ഇനി ഒരു പക്ഷെ ഇവർ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കൂടെ കഴിച്ചാൽ ഇവർ എന്നേക്കും പാപികളായിരിക്കും, പിന്നെ മരിക്കത്തില്ല. അതുകൊണ്ട് ആ വൃക്ഷഫലത്തെ കാക്കുവാൻ കെരൂബുകളെ നിർത്തി, ദൂതന്മാരെ നിർത്തി, ചുറ്റുമിന്നുന്ന ഇരുപുറം കരിക്കുള്ള പട്ടയം പിടിച്ചുകൊണ്ട് നിൽക്കാൻ വെച്ചു. ഇപ്പോ എൻ്റെ യേശു പറയുകയാണ്, കുഞ്ഞെ, നീ ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വന്നാൽ, നീ ആദ്യം യേശുവിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനൊന്ന് തയ്യാറായാൽ,
ആമേൻ, ഞാൻ ജീവന്റെ വൃക്ഷഫലം നിനക്ക് തിന്മാൻ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, എത്ര വലിയ ഭാഗ്യമാ പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ആമേൻ, ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ ആമേൻ, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ നാളും നാഴികയും ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന ഒരവസ്ഥയും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഹല്ലേലൂയ. അവിടെ നിന്ന് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഉത്സാഹമുള്ളവരായി മാറണം. കർത്താവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. ആമേൻ. വീണ്ടും നമ്മൾ ആമേൻ ആദ്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമ്മൾക്ക് അവസാനിപ്പിക്കാം. ആമേൻ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പോതും എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോ ഈ തിയത്തൈര സഭയോട് യേശു തൻ്റെ ശിഷ്യൻ യോഹന്നാനിൽ കൂടെ വെളിപ്പാടിൽ സംസാരിക്കുന്നു. അപ്പോ കള്ളപ്രവചനങ്ങളെ, കള്ള ദീർഘദർശനങ്ങളെ നമ്മൾ ജയിക്കണം. ഹല്ലേലൂയ. ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഇനി മറ്റൊരു സഭയോട്, ഇത് ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളാ ദൈവാത്മാവ് സംസാരിച്ചത്. നിങ്ങൾ കള്ളപ്രവചനങ്ങളെ ജയിക്കണം. അപ്പൊ എങ്ങനെ കള്ളപ്രവചനം ശരി പ്രവചനമൊക്കെ എങ്ങനെ അറിയുന്നേ? ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ചെയ്ത ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് നമ്മളെ തെറ്റ് തിരുത്തുന്നു എങ്കിൽ, തെറ്റ് തിരുത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എങ്കിൽ അതാരാണ്? ദൈവാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വന്ന് പറയുകയാണ്, നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു, നിന്റെ വാതിലുകൾ വിശാലമാക്കാൻ പോകുന്നു, നിനക്ക് അത് ചെയ്തു തരാൻ പോകുന്നു, നിനക്ക് ഇത് ചെയ്തു. അപ്പം ആ വ്യക്തി ഓട്ടോമാറ്റിക്കലി ചിന്തിക്കണം, എന്താണ്? എൻ്റെ ജീവിതം ശരിയല്ലേ, ഇപ്പോൾ ഞാനിപ്പോൾ ഒഴുങ്കായിട്ട് പ്രാർത്ഥിക്കുന്നില്ല, എന്താണ് എൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും വളരെ കറക്റ്റല്ല, ഞാൻ ബാക്കാണ്, ദൈവമായിട്ട് സംസാരിക്കുന്നതിൽ കുറവാണ്. ഇതൊക്കെ എന്താണ് ആ വ്യക്തി ചിന്തിക്കണം. അപ്പോ എങ്ങനെ ദൈവം നിന്നെ അനുഗ്രഹിക്കും? അങ്ങനെ ബൈബിൾ തെറ്റല്ലേ? ഹല്ലേലൂയ. ഇത് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് എല്ലാ സഭകളിലും പഠിപ്പിക്കാൻ വചനം പഠിപ്പിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് ഇത് പഠിപ്പിക്കണം. എന്താണ് ഇതിനെ നമ്മൾ ഇപ്പൊ നോക്കണേ, കറക്ഷൻ ചെയ്യാതെ നമ്മളൊരു തെറ്റ് ചെയ്തിരിക്കുന്നു, ഈ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാതെ, ഈ തെറ്റിൽ നിന്ന് മടങ്ങി വരാതെ ഒരു അനുഗ്രഹം അത് ദൈവത്തിന്റെ നിഘണ്ടുവിലില്ല. ഇത് ദൈവമക്കളുടെ കാര്യം പറയുന്നത്, പുറത്തുള്ളവരുടെ കാര്യമല്ല. സഭ, ഹല്ലേലൂയ. പുറത്തുള്ളവർക്ക് ദൈവം വേഗത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തിയൊക്കെ ചെയ്യും. അവർ യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കാനാ. പക്ഷെ യേശുവിന്റെ മക്കളായി മാറിയതിന് ശേഷവും നമ്മൾ തെറ്റിൽ തുടരുന്നുവെങ്കിൽ ആ തെറ്റിനെയാണ് പരിശുദ്ധാത്മാവ് ആദ്യം ചൂണ്ടിക്കാണിക്കും. നീ ഇതിൽ നിന്ന് മടങ്ങി വന്നാൽ, നീ ഈ പ്രവൃത്തിയെ വെച്ച് മതിയാക്കിയാൽ, നീ ഇങ്ങനെ നിന്റെ പ്രാർത്ഥന ശൂന്യമായിരിക്കുന്നു, അവിടെ നീ നികത്തിയാൽ ഞാൻ ഇങ്ങനെ ചെയ്യും നിനക്ക്. ഹല്ലേലൂയ. അതിന് ബൈബിളിൽ എന്തെങ്കിലും ആധാരമുണ്ടോ? നിങ്ങൾക്ക് നല്ലത് ഏത് ചീത്ത ഏതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നത്. കാരണം ഒത്തിരി സഭകൾക്ക് എന്താണ്, കറക്ഷൻ ചെയ്യുന്നത് ഇഷ്ടമല്ല. ആരും തെറ്റ് തിരുത്തി കൊടുക്കുന്ന ആർക്കും ഇഷ്ടമല്ല. തെറ്റ് തിരുത്താതെ എങ്ങനെയാ മക്കളെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത്? അതിന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ ആധാരമുണ്ട്, നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം ഉപാഗമം 28-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒരാൾ വായിച്ചേ. ഉപാഗമം ആവർത്തന പുസ്തകം 28:1 വായിച്ചേ സിസ്റ്റർ. കൊഞ്ചം നിർത്തി വായിക്കണം. കണ്ടോ, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ആ ദൈവമായ കർത്താവിന്റെ കൽപ്പനകളെല്ലാം അത് ചെയ്യുവാൻ നീ വളരെ ശ്രദ്ധയോടിരിക്കേണ്ടതിന് കണ്ടോ, അവന്റെ വാക്കിനെ നീ യഥാർത്ഥമായി ശ്രദ്ധിച്ചാൽ
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ കേട്ടല്ലോ ഇവിടെ വായിച്ചത്. സിസ്റ്റർ ഇപ്പൊ വായിച്ച വചനം മാത്രം ഒന്ന് വായിച്ചേ. ഇപ്പൊ ലാസ്റ്റ് വായിച്ചേ. കണ്ടോ? കേട്ടോ? എല്ലാരും കേട്ടോ? നിന്റെ ദൈവമായ യഹോവയുടെ വാക്കിന് നീ ചെവി കൊടുക്കുമ്പോൾ ഈ പറയപ്പെടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിന്റെ മേൽ വരും. ആമേൻ. ദൈവത്തോട് നമ്മളെ ചേർത്ത് വെക്കാതെ വെറും അനുഗ്രഹങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് എന്താണ് ദീർഘദർശനം ഉരയ്ക്കുന്നവരെ നിങ്ങൾ വിശ്വസിക്കരുത്. അതിനെ ജയിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. അതിനെ ജയിച്ചാൽ ആമേൻ നമുക്ക് ദൈവം വലിയൊരു അധികാരം വെച്ചിട്ടുണ്ട്. ജാതികളുടെ മേൽ നിങ്ങൾ അധികാരം നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ സഭയോട് ദൈവം പറയുന്നത്. ആമേൻ. അല്ലാതെ എന്താണ് നിന്റെ ദൈവമായ കൂടെ വാക്ക് നീ കേട്ട് അനുസരിച്ചാൽ ഈ ആശീർവാദങ്ങളൊക്കെ നിനക്ക് കിട്ടും. എന്തൊക്കെ ആശീർവാദങ്ങളെന്നറിയുമോ? ഇതിനു വേണ്ടി നമ്മളൊക്കെ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ. ഞാൻ ഒരു നിമിഷം നിങ്ങൾ അത് വായിച്ച് കേൾപ്പിക്കും. എന്താണ് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ? മക്കളുടെ വിഷയം, കല്യാണ വിഷയം, പഠിത്തത്തിന്റെ വിഷയം, അല്ലേ? വീട് വെക്കുന്ന കാര്യം, കടം തീർക്കുന്ന കാര്യം, അല്ലേ? ജോലി കിട്ടുന്ന കാര്യം. ഇതൊക്കെയല്ലേ നമ്മുടെ പ്രാർത്ഥനാ വിഷയം. ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന അധികമായിട്ട്. ഇതൊക്കെ ആശീർവാദങ്ങളാണ്. പക്ഷേ ഈ ആശീർവാദങ്ങളൊക്കെ നമ്മുടെ മേൽ വരണമെങ്കിൽ നമ്മൾ വായിച്ചു കേട്ടു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അത് അനുസരിച്ച് നീ പ്രവർത്തിച്ചാൽ ഇനി പറയാൻ പോകുന്ന എല്ലാ ആശീർവാദവും നിനക്ക് കിട്ടും. ഹല്ലേലൂയ. പറഞ്ഞത് ദൈവമാണ്, ഞാനല്ല. പറഞ്ഞത് ദൈവമാണ്. ദൈവം പറഞ്ഞെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യും. കാരണം എന്നറിയാമോ? ഒരൊറ്റ വാക്കുകൊണ്ട് ഈ കാണുന്നതെല്ലാം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സകലത് സൃഷ്ടിച്ച ദൈവം ആമേൻ ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്, നീ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നിനക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടും. ഹല്ലേലൂയ. ഇനി എന്ത് അനുഗ്രഹമാണ്? അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇനി എന്ത് അനുഗ്രഹമാണ് ദൈവം തരാൻ പോകുന്നത്? അതിന്റെ താഴോട്ട് സിസ്റ്റർ ഒന്ന് നിർത്തി വായിച്ചേ. കണ്ടോ? എല്ലാരും എന്നെ ശ്രദ്ധിച്ചിരിക്കണം. എന്ത് അനുഗ്രഹമാണിത്? പട്ടണത്തിൽ നീ ആശീർവദിക്കപ്പെട്ടിരിക്കും, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെ ദേശത്ത് ഞാൻ മാത്രം അനുഗ്രഹിക്കപ്പെട്ടില്ല, ബാക്കി എല്ലാവർക്കും അനുഗ്രഹം കിട്ടി, ഞാൻ മാത്രം അനുഗ്രഹിക്കപ്പെട്ടില്ല. ഇവിടെ പറയുന്നുണ്ടോ? പട്ടണത്തിൽ, നിന്റെ സിറ്റിക്കകത്ത്, നീ പാർക്കുന്ന ഗ്രാമത്തിനകത്ത്, നിന്റെ ചുറ്റുപാടുകൾക്കകത്ത് നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആളായിരിക്കും. കണ്ട, വെളിയിൽ പോയാലും നീ നിനക്ക് അനുഗ്രഹം തന്നെയാണ്. നിന്റെ ഗർഭഫലം. നീ എന്തെങ്കിലും കൃഷി ചെയ്യാൻ പോയാൽ നിന്റെ വീട്ടിൽ 2 സെന്റേ കാണത്തുള്ളൂ, പക്ഷെ അതിനകത്ത് നീ എന്തുകൊണ്ട് നട്ടുവെച്ചാലും അതിന് ഫലം തന്നെ. ഹല്ലേലൂയ. കണ്ടോ? നിങ്ങൾ ആടോ മാടോ വല്ലതും നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ അതിനൊന്നും നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല. ആമേൻ. അതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഇതിനൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നേ? ഹലോ, ഇങ്ങനെപ്പെട്ട കാര്യങ്ങളല്ലേ കൂടുതൽ പ്രാർത്ഥിക്കുന്ന വിഷയം. കണ്ടോ? ജീസസ്. ഹല്ലേലൂയ. കണ്ടോ? അടുക്കളയ്ക്കകത്ത്, കിച്ചനകത്ത് ഒന്നിനും കുറവ് വരത്തില്ല. നമ്മൾ എന്താണ് രാത്രിയാകുമ്പോൾ പറയാൻ തുടങ്ങും, നാളത്തേക്ക് പഞ്ചസാര ഇല്ല, ഏലപ്പൊടി ഇല്ല, ആ കാര്യമില്ല, ഈ കാര്യമില്ല, ഇനി അത് ചെയ്യണം, ഇത് ചെയ്യണോ. കർത്താവ് പറയുന്നു, നീ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് അതിന് ശ്രദ്ധ കൊടുത്ത് നീ ജീവിച്ച് മുന്നോട്ട് പോയാൽ ഈ അനുഗ്രഹം വരും. ഏതനുഗ്രഹം? ആമേൻ. നിന്റെ അടുക്കളയ്ക്കകത്ത്, നിന്റെ കിച്ചനകത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന അനുഗ്രഹം. ഹല്ലേലൂയ. കേട്ടോ? നീ വന്നാൽ അത് അനുഗ്രഹമാണ്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ചില ആൾക്കാരെ, ഇവൻ വന്ന് കേറിയ ഈ വീട്ടിന് ദാരിദ്ര്യമാണ്. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ചില ആൾക്കാരെ കുറിച്ച് പറയാറുണ്ട്, എന്താണ്? ഈ വ്യക്തി വീട്ടിൽ വന്നാൽ ഒരു അനുഗ്രഹം തന്നെയാണ്. വന്ന് 2 വാക്ക് സംസാരിച്ച വീട്ടിനൊരു അനുഗ്രഹം, ഒരു വെളിച്ചം തന്നെയാണ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? അപ്പൊ ഇങ്ങനെ പറയുമെന്നാ പറയുന്നേ. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ആരംഭിച്ചാൽ ആമേൻ പറയും, എന്താണ്? നീ
നീ വന്നാൽ, നീ ഒരു സ്ഥലത്ത് വന്നാൽ നീ അനുഗ്രഹിക്കപ്പെട്ടത്, നീ പോയാൽ അത് അനുഗ്രഹിക്കപ്പെട്ടത്. ആ ആ കണ്ടോ, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന നിന്റെ ശത്രുവിനെ ദൈവം നിന്റെ മുൻപാകെ തന്നെ തകർത്തു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ, ദൈവമേ ഇവരെന്നെ വെറുതെ ഉപദ്രവിക്കുന്നു, ഇവർ ഒരു കാരണവുമില്ലാതെ എന്നെ വെറുക്കുന്നു, ഒരു കാരണമില്ലാതെ എന്നെ അവമാനം പറഞ്ഞു പരത്തുന്നു. ഇതൊക്കെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യമല്ലേ പലപ്പോഴും. പക്ഷെ ഇവിടെ എന്താ പറയുന്നേ? നിന്റെ ശത്രു ആമേൻ നിനക്ക് മുൻപേ വരുമ്പോൾ ദൈവം ഇറങ്ങി അതിനെ തകർത്ത് കളയും. ഹല്ലേലൂയ, ആമേൻ. ഇനി എന്താണ് മതി സിസ്റ്റർ, ഇനി അങ്ങോട്ട് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വായിച്ചോണം. ഇനി എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇതെല്ലാം തരാന്ന് പറഞ്ഞത് ജീവിക്കുന്ന ദൈവമാ സംസാരിച്ചിരിക്കുന്നേ. ഹല്ലേലൂയ, ആമേൻ. പക്ഷെ ഒരേ ഒരു കാര്യം, ആമേൻ, ദൈവം നമ്മളോട് പറഞ്ഞ ആ വാക്കിന് ശ്രദ്ധ കൊടുത്ത് അതുപോലെ നമ്മൾ ജീവിക്കാൻ തയ്യാറാവണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ആമേൻ, കള്ള് ദീർഘദർശനങ്ങളെ നമ്മൾ ആമേൻ തിരിച്ചറിയണം. നമ്മളെ തെറ്റുകൾ തിരുത്തി തരാതെ പരിശുദ്ധാത്മാവ് സംസാരിക്കത്തില്ല. ഹല്ലേലൂയ. തെറ്റ് തിരുത്തി തരും. എൻ്റെ കുഞ്ഞിന് ഇങ്ങനെയാണ് എന്ന് സഭയോടാ പറയുന്നത്. സഭയോട്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയോട് പരിശുദ്ധാത്മാവ് കറക്ഷൻ ചെയ്യും, തെറ്റ് തിരുത്തും. അതിനുശേഷമാ പറയുന്നേ, ഇത് ചെയ്താൽ ഞാൻ നിനക്ക് ഈ അനുഗ്രഹം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവ് കേട്ടോ. കർത്താവിന്റെ വചനത്തിൽ നിരൂപങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയും എന്താണ് പിശാചിൽ നിന്ന് വരുന്ന ആത്മാവിനെയും നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ ദൈവത്തിൽ നിന്ന് വരുന്ന ആത്മാവ് എന്താ ചെയ്യുന്നത്? നമ്മളെ തെറ്റ് തിരുത്തി നേരെയാക്കി അനുഗ്രഹിച്ച് കൊണ്ടുപോകും, സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ. അല്ലാതെ അസത്യമായ വഴിയിലേക്ക് പോകുമ്പം വന്ന് അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. വ്യവസ്ഥയില്ല, ബൈബിളിൽ വ്യവസ്ഥയില്ല. ഹല്ലേലൂയ. ദൈവ പൈതലിനെ ദൈവം അനുഗ്രഹിക്കും, തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നത് ആമേൻ ദൈവത്തിന് പ്രിയമുള്ള കാര്യം ചെയ്യുമ്പോൾ തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യമാണോ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ എല്ലാ കാര്യത്തിൻ്റെ മേലും അനുഗ്രഹം നിശ്ചയമായിട്ട് വരും. പക്ഷേ ദൈവം സഭയെ ഉണർത്തുന്നു, മക്കളെ ഞാൻ പറയുന്ന വാക്ക് കേട്ട് അതനുസരിച്ച് അതിലേക്ക് കടന്നു വരണം. ഇല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ എന്താണ് അതിൻ്റെ താഴെ കുറച്ച് ശാപങ്ങളുടെ പട്ടിക പറയുന്നു. ഞാനതിപ്പോൾ വായിക്കുന്നില്ല. എന്താണ്, നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അനുസരിച്ചില്ല എങ്കിൽ താഴെ പറയുന്ന എല്ലാ ശാപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പം നമ്മളെ ദൈവം ഒരിക്കലും ശാപഗ്രസ്തമായി മാറാനല്ല വിളിച്ചത്. ഹല്ലേലൂയ. താൻ നമ്മളെ കൈപിടിച്ച് ഇറക്കിയത് ആമേൻ ദൈവത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ തന്നെയാണ്. ഹല്ലേലൂയ. ആ ഒരു ദൈവപ്രവൃത്തി ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മളെ തെറ്റ് തിരുത്തണം. നമുക്കൊരു ഒരു മിസ്റ്റേക്ക് വന്നു, ആമേൻ ഹല്ലേലൂയ, പക്ഷെ തിരുത്തണം. ഏത് വിധത്തിലെങ്കിലും അത് നേരെയാക്കണം. എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ മടങ്ങി പഴയ പോലെ നല്ല ക്ലോസ് ആയിട്ട് മാറണം. ഹല്ലേലൂയ. ആ രീതിക്ക് നമ്മൾ വന്നാലേ ആമേൻ ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പിശാച് നമ്മളെ വഞ്ചിക്കും. ഹല്ലേലൂയ. അതിന് നമ്മളെ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ മക്കളെ, ഞാൻ ചിന്തിക്കുന്നു, വേദപുസ്തകത്തിനകത്ത് അനേക ഭക്തന്മാർ അനുഗ്രഹം പ്രാപിച്ചവരുണ്ട്. പക്ഷേ അവരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ തിരുത്തി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോഴാ ആ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരുക്ക പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. ആമേൻ ഹല്ലേലൂയ. അതിലുപരിയായിട്ട് സ്വർഗരാജ്യത്തിലെ നന്മകളെ കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും. ഹല്ലേലൂയ, ആമേൻ. എവിടെയാണ് ആമേൻ അനുഗ്രഹത്തിൻ്റെ പുറകെ നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. ഇവിടെ പോയി അനുഗ്രഹം കിട്ടും, അതനുഗ്രഹം കിട്ടും, നോ. ഹല്ലേലൂയ. സഭയോട് ദൈവം പറയുന്നു, കുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് എന്ത് കുറവാണിരിക്കുന്നത് അതിനെ സമ്മതിക്കണം. ദൈവത്തിൻ്റെ മുന്നേ സമ്മതിച്ചിട്ട് അതിനെ തിരുത്തണം. അത് തിരുത്തി കഴിയുമ്പോൾ ആമേൻ അനുഗ്രഹം ആമേൻ നീ ഇരിക്കുന്ന ഇടത്ത് വരും. ഹല്ലേലൂയ, 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 ആമേൻ. ചില ആൾക്കാരുണ്ട്, കല്യാണം ആലോചിക്കുമ്പം എന്തു പറയും? നമുക്കൊരു കാര്യം മനസ്സിൽ ഇഷ്ടമായിരിക്കും,
ഒരാളെ നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ പ്രാർത്ഥിക്കാൻ പോയിട്ട് ഇത് ദൈവഹിതമാണോ ഇല്ലേ എന്ന് നോക്കണം. ഇപ്പൊ ദൈവഹിതമല്ല എന്ന് പറഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നത്? വിട്ടുകളയോ വെച്ചിരിക്കുന്ന ആളെ? അപ്പൊ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനാ പോകുന്ന ആലോചന ചോദിച്ച്, പക്ഷേ ഉള്ളത്തിനകത്ത് വേറെ ഇഷ്ടമിരിക്കുകയാണ്. അപ്പൊ ചില ആൾക്കാരുണ്ട്, അവരെ ജാതിയിൽപ്പെട്ട ആൾക്കാരും അങ്ങനെ ഭയങ്കര ജാതി സ്പിരിറ്റുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങനെ അല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ സ്വന്തം ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമേ അവരെ മക്കളെ എടുക്കൂ. യേശുക്രിസ്തുവിലേക്ക് വന്നവരെല്ലാം ഒരു ജാതിയാ. ഹല്ലേലൂയ. ആരുടെ രക്തമാ? ആരുടെ രക്തമാ? ക്രിസ്തുവിന്റെ രക്തമാ. നിങ്ങൾക്ക് വേറെ രക്തമാണ് നിങ്ങളെ വീണ്ടെടുത്തതെങ്കിലും ഓക്കെ, പക്ഷേ എന്നെ വീണ്ടെടുത്തത് യേശുക്രിസ്തുവിന്റെ രക്തമാ. എന്നിൽ ഓടുന്നത് യേശുവിന്റെ രക്തമാ. അപ്പം ഈ രക്തം ആരിലെല്ലാം ഓടുന്നുണ്ടോ അവരെല്ലാം എന്താണ്? ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ. അവിടെ യാതൊരു വേർതിരിവും ഇല്ല. പക്ഷെ ഇന്ന് എന്താണ്, പലരും ചിലയിടത്തൊക്കെ നമ്മൾ പോയാൽ ഒരു ഗ്രൂപ്പിൽപ്പെട്ടവർ മാത്രമേ അവിടെ ആരാധിക്കുകയുള്ളൂ. അതൊക്കെ ഭയങ്കര വചന വിരുദ്ധമാണ്. അങ്ങനെ ഒന്നും നമ്മൾ സെപ്പറേഷൻ കാണരുത് ആരെയും. ഹല്ലേലൂയ. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്വീകരിച്ച സ്നാനം ഒന്ന്, എല്ലാവരും പങ്കിടുന്ന തിരുമേശ. നിങ്ങളിപ്പോൾ അടുത്ത തിരുമേശയിലേക്ക് പോവുകയാണ്. നിങ്ങൾ തിരുമേശയിലേക്ക് പോകുമ്പോൾ എന്താണ്? നമ്മൾ പങ്കിടുന്ന അപ്പം ഒന്നാണ്, ഒരു പാനപാത്രത്തിൽ നമ്മൾ കുടിക്കുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ രണ്ട് എന്നുള്ള സെപ്പറേഷനിൽ കണ്ടുള്ള പ്രവർത്തികളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുത്ത തിരുമേശയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അവൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ അല്പസമയം ആമേൻ ഹല്ലേലൂയ നിങ്ങളെ ദൈവത്തോട് ആമേൻ ചേർക്കേണ്ടതിന് ആമേൻ ഹല്ലേലൂയ ആമേൻ ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി അത് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ആമേൻ. ആദ്യ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വരാമോ പ്രിയ ദൈവമക്കളെ? മുതൽ അൻപ്. ഹല്ലേലൂയ. നിങ്ങൾ നേരത്തെ നന്നായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരായിരിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എവിടെ പോയി പ്രിയ ദൈവമക്കളെ? ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ ഓടി ഓടി ആരാധനയ്ക്ക് വരുന്ന മക്കളായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ആരാധന എവിടെ പോയി? ഒരു പക്ഷെ നിങ്ങൾ മണിക്കൂറോളം ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായവരായിരിക്കാം, പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ആരാധന എവിടെ പോയി? ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ദൈവത്തോടൊന്ന് സംസാരിക്കാം. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾക്ക് ജീവന്റെ വൃക്ഷഫലം തിന്മാൻ തരും. ഹല്ലേലൂയ. ആമേൻ. ആദമിന് ഹവ്വയ്ക്ക് നഷ്ടപ്പെട്ടു പോയതാത് പാപം ചെയ്ത ലിസ്റ്റിൽപ്പെട്ട ആർക്കും അത് തിന്നാൻ കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ജീവന്റെ വൃക്ഷഫലം തിന്നാൻ കൊടുക്കുന്നത് ആമേൻ ഹല്ലേലൂയ ആമേൻ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്നവർക്ക്. ഹല്ലേലൂയ. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്നവർക്ക്. ഹല്ലേലൂയ. ഒരു നിമിഷം ഹല്ലേലൂയ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ. ആമേൻ. ഒരു നിമിഷം നമ്മൾ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ആമേൻ ഈ കാര്യത്തിൽ ഒരു മാനസാന്തര അനുഭവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, അനുതാപം ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. ഹല്ലേലൂയ. ദൈവാത്മാവ് വളരെ സ്പഷ്ടമായിട്ട് ആമേൻ ഹല്ലേലൂയ നിങ്ങളോട് സംസാരിച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മോട് സംസാരിച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എൻ്റെ ആദ്യ സ്നേഹം ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് അതൊന്നും ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല. കർത്താവേ, ഒരു പക്ഷേ ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നിരിക്കാം, പക്ഷേ ആരുടെയൊക്കെ പ്രവൃത്തി കൊണ്ട്, ആരുടെയൊക്കെ ഇടപെടൽ കൊണ്ട് ആമേൻ എല്ലാം വെച്ച് മതിയാക്കിയ സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ആമേൻ. ഇന്ന് ആമേൻ ഈ പകൽക്കാലം ഈ പ്രാർത്ഥനകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മള് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നമ്മളെ ദൈവത്തോട് ചേർത്ത് വയ്ക്കണമെന്ന്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നമ്മളെ ദൈവത്തോട് ചേർത്ത് വയ്ക്കണമെന്ന്. ദൈവത്തോടെന്ന് പറയാമോ? ആദ്യ സ്നേഹത്തിലേക്ക് എന്നെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ. ഞാനിന്ന് മടങ്ങി വരുന്നു കർത്താവേ. കണ്ടോ ആമേൻ. പത്രോസ് എത്ര വലിയ തെറ്റാ ചെയ്തത് പ്രിയ ദൈവമക്കളെ. കൂടെ നടന്നിട്ട് 3.5 വർഷം
കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതാ. യേശുവിനോടുകൂടെ തിന്നും കുടിച്ചും ജീവിച്ചതാ. പക്ഷേ ആമേൻ അവസാനം ഒരു പ്രതികൂല സാഹചര്യത്തിൽ യേശുവിനെ തള്ളിക്കളഞ്ഞു. ആമേൻ തള്ളി പറഞ്ഞു. പക്ഷേ ആമേൻ അവൻ അതിദുഃഖത്തോടെ, അവൻ്റെ തെറ്റ് മനസ്സിലായപ്പോൾ അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു. ഹല്ലേലൂയ. അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു. ഹല്ലേലൂയ. കർത്താവ്, ഞാൻ ഈ തെറ്റ് ചെയ്തു പോയി കർത്താവ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറവ് വന്നു പോയി കർത്താവ്. ഞാൻ എൻ്റെ ദൈവത്തിനോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ തിരിച്ചു വരുന്ന കർത്താവ്, എന്നെ സ്വീകരിക്കണമേ എന്ന് അവൻ വലിയ തെറ്റ് ചെയ്ത പത്രോസിനെ അവൻ മാർവിലണച്ച് അവൻ ഹല്ലേലൂയ എൻ്റെ ദൈവം അവനെ മർക്കോസിന്റെ മാളിക മുറിയിൽ കൊണ്ടിരുത്തുകയും അവനോട് അവൻ പറഞ്ഞു, അവൻ ഹല്ലേലൂയ, അവൻ ധൈര്യത്തിന്റെ ആത്മാവ്, അവൻ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് അവന്റെ മേൽ നിറച്ച് അവൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. അവൻ ഭയപ്പെട്ടു പോയി സാഹചര്യങ്ങളെ മറന്ന് അവൻ തലകുനിച്ച് നിന്ന സ്ഥാനങ്ങൾ മറന്ന് അവൻ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് അവൻ പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞാൻ ആരാധിക്കുന്നു, ഞാൻ അവന്റെ പക്ഷത്തുള്ളതാ, ഞാൻ യേശുവിന്റെ പക്ഷത്തുള്ളതാ. ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തിനകത്ത് നിന്ന് അവന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾ അവന്റെ നാവിലൂടെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ എടുത്ത് ഉപയോഗിച്ചപ്പോൾ അവന്റെ അന്തരംഗത്തില് വന്ന സന്തോഷം പത്രോസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. 3000 പേരുടെ ഹൃദയത്തിനകത്ത് പ്രസംഗിച്ച പ്രസംഗം പോയി കുത്തുകൊണ്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മുടെ തെറ്റ് തിരുത്തും. പത്രോസ് എപ്പോഴാണ് തന്റെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നത്, അപ്പോഴാണ് അവൻ പ്രസംഗിച്ച വാക്കുകൾ, അവൻ പറഞ്ഞ വാക്കുകൾ ജനത്തിന്റെ ഹൃദയത്തിനകത്ത് പോയി കുത്തി. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോൾ അവർ സഭ വിട്ടുപോയില്ല, അവർ യേശുവിനെ വിട്ടുപോയില്ല, അവർ ഇരുന്ന പ്രാർത്ഥനയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല. ഹല്ലേലൂയ. അവർ വന്ന് ചോദിച്ചു, യജമാനന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, തന്റെ അനുഭവം പറഞ്ഞു, നിങ്ങൾ ആദ്യം നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടണം. അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുക, അപ്പോൾ നിങ്ങൾക്ക് സ്നാനം ലഭിക്കുക. ഹല്ലേലൂയ. പത്രോസിന്റെ അനുഭവമാ പത്രോസ് പറഞ്ഞത്. പത്രോസിന്റെ അനുഭവം പറഞ്ഞു. പത്രോസ് മാനസാന്തരപ്പെട്ടപ്പോഴാ, പത്രോസ് ദൈവത്തിലേക്ക് ആദ്യ സ്നേഹത്തിൽ മടങ്ങി വന്നപ്പോഴാ അവന്റെ മേൽ എന്തെന്നില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നത്, അവന്റെ പ്രവർത്തികൾ ആരംഭിക്കാൻ തുടങ്ങിയത്. പ്രിയ ദൈവ പൈതലേ, സാഹചര്യങ്ങളെ നോക്കി, സന്ദർഭങ്ങളെ നോക്കി, മനുഷ്യരെ നോക്കി ചിന്തകളിലെ കീഴടങ്ങി പ്രതികൂലങ്ങളെ ഭയന്ന് ഹല്ലേലൂയ നിങ്ങൾ യേശുവിനെ വിട്ടു മാറിയോ? ഹല്ലേലൂയ. ഇല്ല. സഭയിൽ വന്നാലും നിങ്ങൾ ആദ്യ സ്നേഹത്തിൽ നിന്ന് എവിടെയെങ്കിലും വിഘടിച്ചു നിൽക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തോട് അത് പറ, ദൈവമേ, ഈ കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാ, പക്ഷെ ഞാൻ ഏതോ ഒരു സന്ദർഭത്താൽ, ആ സാഹചര്യത്താൽ, മനുഷ്യന്റെ വാക്കുകളാൽ ഹല്ലേലൂയ എന്നെ വേദനിപ്പിച്ചവരുടെ വാക്കുകളാൽ ഏതോ ഞാൻ അത് വിട്ടുമാറി. കർത്താവേ, ഞാൻ ആ സ്ഥാനത്തേക്ക് മടങ്ങി വരുന്നു. ഞാൻ അവിടെ ഞാൻ ആ സ്ഥാനത്തേക്ക് ഞാൻ മടങ്ങി വരുന്നു കർത്താവ്. അത് മാത്രമല്ല കർത്താവ്, ഹല്ലേലൂയ, അനുഗ്രഹങ്ങൾ മാത്രം പറയുന്നവരെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അനുഗ്രഹം കിട്ടുമെന്ന് പറയുന്നവരോട് എനിക്ക് പ്രീതി കൂടുതലാ. അനുഗ്രഹം കിട്ടുമെന്ന് പറയുന്ന കള്ള ദീർഘദർശികളെ ഞാൻ സ്നേഹിച്ചു. ഹല്ലേലൂയ. അത് എന്റെ തെറ്റാണ്. കർത്താവ്, നിന്റെ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. നീ എന്റെ വാക്കുകളെ കേട്ട് അനുസരിച്ച ഈ ആശീർവാദങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ നടക്കും. ആ അനുഗ്രഹങ്ങൾ ഞാൻ ആഗ്രഹിക്കാതെ എന്റെ തെറ്റുകളെ ഞാൻ തിരുത്താതെ ഹല്ലേലൂയ എവിടെയൊക്കെയാണ് ഞാൻ അകന്നു മാറിയത്. ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് ആരാധനയുടെ നടുവില്, ഈ പ്രാർത്ഥനയുടെ നടുവില് എന്നോട് ഇടപെട്ട ദൈവവചനം അതിന്റെ മുന്നിൽ ഞാൻ കീഴടങ്ങുന്നു കർത്താവ്. എന്നോട് സംസാരിച്ച ദൈവവചനത്തിന്റെ മുന്നിൽ ഞാൻ കീഴടങ്ങുന്നു കർത്താവ്. എന്നോട് സംസാരിച്ച പരിശുദ്ധാത്മാവിന്റെ മുന്നിൽ ഞാൻ കീഴടങ്ങുന്നു കർത്താവ്. എനിക്ക് മത്സരിക്കണ്ട, എന്റെ ദൈവത്തോട് എനിക്ക് മത്സരിക്കണ്ട. ഈ വചനം എന്നോടാ സംസാരിച്ചത്. അവിടെ
പരിശുദ്ധാത്മാവേ, നീ എന്റെ മേൽ ശക്തിയോടെ വരണമെന്ന് ചോദിക്കുക. ഞാൻ മടങ്ങി വരുന്നു, ഞാൻ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നു, എന്റെ ആദ്യ സ്നേഹത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. പരിശുദ്ധാത്മാവേ, എന്റെ മേൽ ശക്തിയോടെ വരണമേ. മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുക, മറ്റുള്ളവരെ ദൈവത്തോട് അടുപ്പിക്കുക, മറ്റുള്ളവരെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുക. പരിശുദ്ധാത്മാവേ, നീ എന്റെ മേൽ ശക്തിയോടെ വരണമേ എന്ന് അവൻ ആർക്കൊക്കെ മാനസാന്തര അനുഭവത്തിൽ വന്ന് ആദ്യ സ്നേഹത്തെ പിടിച്ചു മുറുക്കി അവൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ അവൻ ഇന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വ്യത്യാസമായിട്ട് അവൻ പ്രവർത്തിക്കും. അവൻ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. അവൻ നിങ്ങൾ ചതിക്കപ്പെടത്തില്ല, നിങ്ങൾ വഞ്ചിക്കപ്പെടത്തില്ല, ആർക്കും നിങ്ങളെ ചതിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് അവൻ ഈ പകൽക്കാല ഈ പ്രാർത്ഥനയുടെ നടുവിൽ നിങ്ങൾക്ക് ഒരുങ്ങാമോ? നിങ്ങൾക്ക് ഒരുങ്ങാമോ? ഈ ഒരുക്കം ഈ 3 ദിവസത്തേക്കല്ല, ഇനി നമ്മുടെ ആയുഷ്കാലം മുഴുവനുമായിരിക്കട്ടെ, യേശുവിന്റെ വരവ് വരെ ആയിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഇടപെട് ഇന്ന് അവൻ നിങ്ങളുടെ ഇടത്ത് വലത്ത് നിൽക്കുന്ന ആരെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ യേശുവിന്റെ മുഖത്ത് നോക്ക്, നിങ്ങൾ യേശുവിന്റെ മുഖത്ത് നോക്ക്. നിങ്ങൾ ആരായിരുന്നു? അവൻ നിങ്ങൾ ആരായിരുന്നു? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് 10 വർഷമായോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് 5 വർഷമായോ? 20 വർഷമായോ? നിങ്ങൾ ആരായിരുന്നു? നിങ്ങളുടെ ആരംഭകാലം എന്തായിരുന്നു? നിങ്ങൾ ദൈവത്തിന് വേണ്ടി ശോഭിച്ചത് എങ്ങനെയായിരുന്നു? നിങ്ങൾ ദൈവത്തെ കുറിച്ച് പറയുന്നതിൽ എങ്ങനെയായിരുന്നു? അവൻ നിങ്ങൾ ആരാധിക്കുന്നതിൽ എങ്ങനെയായിരുന്നു? നിങ്ങൾ വചനം അനുസരിക്കുന്നതിൽ എങ്ങനെയായിരുന്നു? അവൻ ഇന്ന് അവൻ ദൈവത്തോട് പറ, ഞാൻ ആ സ്ഥാനത്തേക്ക് മടങ്ങി വരുന്നു, ഞാൻ അനുഭവത്തിലേക്ക് മടങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ്, ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി നീ ഇടപെടണം. ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി നീ ഇടപെടണം. പത്രോസിനെ പോലെ ധൈര്യത്തോടെ എഴുന്നേൽക്കാൻ കഴിയുമോ? പത്രോസിനെ പോലെ ധൈര്യത്തോടെ പറയാൻ കഴിയുമോ? ഞാൻ യേശുവിനെ സ്വീകരിച്ചതാ, ഞാൻ ദൈവത്തിന്റെ അവിടെ അവൻ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ അവൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ എത്ര പേർ ദൈവത്തിന്റെ കരങ്ങളില് ആമേൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു? ഹല്ലേലൂയ. ആദ്യ സ്നേഹത്തിലേക്ക് ഒരു നിമിഷം നമ്മൾ ആരാധിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ആമേൻ ഹല്ലേലൂയ. നിങ്ങൾക്ക് നാണക്കേടില്ല എങ്കിൽ ആമേൻ, കർത്താവേ, എൻ്റെ ഇവിടെ സംസാരിച്ച ദൈവവചനം എന്നെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു ആ വചനത്തിനകത്ത്, ആ കാര്യത്തിൽ ഞാൻ ആദ്യ സ്നേഹത്തിൽ ഞാൻ മടങ്ങി വരുന്നു എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തൊട്ടെങ്കിൽ നിങ്ങളുടെ കരത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മൾ ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആരാധിച്ചാൽ ആമേൻ പത്രോസിന്റെ മേൽ വന്നതുപോലെ ആമേൻ ഹല്ലേലൂയ അനേകരെ മാനസാന്തരത്തിൽ നയിക്കുന്ന ആമേൻ ദൈവശക്തി നിങ്ങളുടെ മേൽ കടന്നു വരും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നടക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് ഇവിടെ സംസാരിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്ന ദൈവവചനത്തിൽ ഇതേമേ ഇതിൽ നിന്ന് ഒരു ഭാഗം എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു, എന്നോട് സംസാരിച്ചത്. ആമേൻ ഹല്ലേലൂയ. ഞാൻ അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് ആദ്യ സ്നേഹത്തിൽ വരണം, എൻ്റെ ആദ്യ ആത്മീയ അനുഭവങ്ങളിലേക്ക് എനിക്ക് വരണമെന്ന് ആമേൻ. നിങ്ങൾക്ക് ആമേൻ ഹല്ലേലൂയ നിങ്ങളെ ദൈവാത്മാവ് സന്ദർശിച്ചെങ്കിൽ നിങ്ങളുടെ കരത്തെ, നിങ്ങളുടെ ആമേൻ ഹല്ലേലൂയ കൈകളെ ആമേൻ ഉയർത്തിപ്പിടിക്കാം. ഹല്ലേലൂയ. കൈകളെ ഉയർത്തിപ്പിടിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. എന്തുകൊണ്ടെന്നറിയാമോ? ഇങ്ങനെ നമ്മൾ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചാലേ ആമേൻ ആ ശക്തി നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ആ കരം ഉയർത്തി. കർത്താവ് ആമേൻ പരിശുദ്ധനായ ദൈവത്തിന്റെ കരങ്ങളിൽ ആമേൻ അപ്പച്ചാ ഈ വചനം ആരുടെയൊക്കെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് തൊട്ടുവോ ആമേൻ ആ സ്ഥാനത്തേക്ക്
സ്ഥാനത്തേക്ക് ഈ മക്കൾ മടങ്ങി വരട്ടെ കർത്താവ്. ദൈവമേ അവൻ ഹാലലിയ മനുഷ്യരെ നോക്കി, സാഹചര്യം നോക്കി, സിറ്റുവേഷൻ നോക്കി, മനുഷ്യന്റെ വാക്കുകൾ കേട്ട് അവൻ പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് എത്ര പേർ പത്രോസിനെ പോലെ എല്ലാം വെച്ച് മതിയാക്കിയോ. അവൻ ആ സ്ഥാനത്തേക്ക് മക്കൾ മടങ്ങി വരട്ടെ. ഇവർ ആദ്യ സ്നേഹത്തിൽ പിടിക്കട്ടെ കർത്താവ്. അവൻ ആ സ്നേഹം കർത്താവ് അവൻ ഇവർ അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുക, അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുക. പരിശുദ്ധാത്മാവ് അവൻ ഹല്ലേലൂയ സ്നേഹത്തിന്റെ നിറവേറിലേക്ക് വരട്ടെ കർത്താവ്. അവൻ ഹല്ലേലൂയ ഭയമില്ലാതെ, അവൻ ലജ്ജയില്ലാതെ, അവൻ കർത്താവ് സാഹചര്യങ്ങളെ നോക്കാതെ എന്റെ യേശുവിന്റെ സ്നേഹത്തെ വിളിച്ചറിയിക്കുക. അവൻ ആ സ്നേഹം ഇവരുടെ ഉള്ളത്തിൽ തൊടട്ടെ കർത്താവ്. അവൻ പത്രോസിന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അനേകരുടെ ഹൃദയത്തിനെ പോയി കുത്തി, പക്ഷേ അവർ മടങ്ങി വന്നു, മാനസാന്തരപ്പെട്ടു. ആ ശക്തി മക്കളുടെ മേൽ വരുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ അവൻ ദൈവാത്മാവിന്റെ സന്ദർശനം ഓരോ മക്കളുടെ മേലും വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ സന്ദർശനം ഓരോ മക്കളുടെ മേലും വരട്ടെ. അതിനായി ഞങ്ങൾ ഈ മക്കളെ അവകാശം പറയുന്നു. അതിന് വിരുദ്ധമായി കർത്താവ് ഏതൊരു അന്ധകാര ശക്തികൾ അവൻ ഉയർന്നു നിൽക്കുന്നു. സ്വർഗ്ഗ ഭൂമി അധികാരമുള്ള യേശുവിന്റെ നാമത്തില് ആ മാർവിടത്തിൽ അവൻ ചേർന്നിരിക്കാൻ കഴിയാത്ത അവർക്ക് തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ അതിന്റെ ദുരാത്മശക്തികളെ ഞങ്ങൾ നിരോധിക്കുന്ന രാജാവ്, അതിനെ ഞങ്ങൾ നിർമൂലമാക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കട്ടെ കർത്താവ്. അങ്ങനെ ആമൻ പ്രവർത്തി ഞങ്ങൾ ആമൻ ഹാല സമർപ്പിക്കുന്നു. ഒരു